അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു അൺബോക്സിംഗ് ആണ്. അൺബോക്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് അൺബോക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്ക് മനസ്സിലാവും, നമ്മൾ ദുബായിലുള്ള ടൈമിൽ നമ്മൾ പുതിയൊരു ഫോൺ എടുത്തിരുന്നു. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ ഓപ്പോ A54. അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ കുറേ സെർച്ച് ചെയ്തിട്ടാണ് ബെസ്റ്റ് ക്യാമറ ഫോൺ എന്നുള്ളതിൽ നമ്മൾ ഓപ്പോ ഫോണാണ് സെലക്ട് ചെയ്തത്. കുറേ വീഡിയോകളൊക്കെ കണ്ടതിന് ശേഷം ചുരുക്കി പറഞ്ഞ ഓപ്പോ എന്ന് പറഞ്ഞ ഈ ഫോൺ ഞാൻ എടുത്ത് കുടുങ്ങിയെന്ന് തന്നെ പറയാം. ആകെ 16 മെഗാ പിക്സലുള്ള മെയിൻ ക്യാമറ. അപ്പം എനിക്ക് വീഡിയോ എടുക്കാനൊന്നും കംഫോർട്ടാണില്ല. അതുപോലെ തന്നെ സെൽഫി ക്യാമറ ആകെ 12 മെഗാ പിക്സലുള്ളൂ. ആ ടൈമിൽ ഞാൻ ആ ഫോൺ എടുക്കുന്ന ടൈമിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന ഫോണായിരുന്നു iPhone 6s. അത് നാട്ടിൽ അന്നേരം അത് അടിച്ചു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ വീഡിയോ എടുക്കാന്ന് പറയുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള പരിപാടിയാണ്. ഞാൻ ആ ഫോൺ കൊണ്ടിട്ട് വെള്ളത്തിനടിയിൽ മുക്കി അങ്ങനെ ഫോൺ അടിച്ചു പോയി. സാധാരണ ഐഫോണൊക്കെ ആകുമ്പോൾ 2ന്റെ മേൽക്കൊക്കെയാണ് വാട്ടർ റെസിസ്റ്റൻ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാനത് 6s ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് വലിയൊരു കൊടുത്തില്ലാത്തതുകൊണ്ട് ഞാൻ വെള്ളത്തിനടിയിലുള്ള സാധാ ഇതിൽ പോയി കണ്ട് വീഡിയോ എടുത്തു. അങ്ങനെ സാധനം അടിച്ചു പോയി. അപ്പോൾ എന്തായാലും നമ്മളിപ്പം കംഫോർട്ട് അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ കംഫോർട്ടായ ഒരു പുതിയ ഫോൺ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് അൺബോക്സിംഗ് ആണ്. ഇതാണ് നമ്മളെ ഫോണ്. ഓക്കെ, അപ്പോൾ ഇതിന് അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഐഫോൺ ആയതുകൊണ്ട് തന്നെ ഐഫോണൊക്കെ എടുക്കുമ്പോൾ മെയിനായിട്ടുള്ളൊരു കാര്യമാണ് ആപ്പിൾ ID ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ആപ്പിൾ ID ദുബായിൽ നിന്ന് വാപ്പ ഫോൺ പർച്ചേസ് ചെയ്തപ്പോൾ തന്നെ ആപ്പിൾ ID ഒക്കെ അവിടെ തന്നെ അൺബോക്സ് ചെയ്തിട്ട് ആപ്പിൾ ID ഉണ്ടാക്കിയതിന് ശേഷമാണ് നാട്ടിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്തതാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോക്ക് വേണ്ടി അൺബോക്സ് ചെയ്യുന്നത്. നമുക്ക് എന്തായാലും വീഡിയോ ആയിട്ട് കിടക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റം, നമ്മളെ ഫോൺ. ഇതാ നമുക്കറിയാം ഐഫോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ ചാർജർ മാത്രമേ നൽകണുള്ളൂ, അഡാപ്റ്റർ കൊടുക്കില്ല. അഡാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. ആപ്പിളിൻ്റെ തന്നെ അഡാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിയിട്ടുണ്ട്. 200 വാട്ടിൻ്റെ പവർ അഡാപ്റ്ററാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു അടിപൊളി കേസും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേസാണ്. നമുക്ക് എന്തായാലും നമ്മളെ ഫോൺ അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ഫോണ്, iPhone 15 Pro ആണ്. 15 Proനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ പറയണ്ട, കാരണം ഞാൻ ഈ ഫോൺ വാങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊക്കെ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ അൺബോക്സിങ്ങും റിവ്യൂ ഒക്കെ കണ്ടിട്ടുണ്ടാവും. ടൈറ്റാനിയം ആണ് ഇതിൻ്റെ ഈ സൈഡും കാര്യങ്ങളൊക്കെ ടൈറ്റാനിയാണ്. അപ്പം ഈ ഐഫോൺ എനിക്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തത് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി ആണ് ഒന്നാമത്തൊരു കാര്യം. കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ ഐഫോണിലൊക്കെ ഉള്ള ഫോട്ടോ എന്ന് പറയുമ്പോൾ. എനിക്ക് പൊതുവെ താല്പര്യമുള്ള ഒന്നാണ് ഈ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, അങ്ങനത്തെ പരിപാടികളൊക്കെ. അതുപോലെ തന്നെ ഐഫോണിലാണെങ്കിൽ സിനിമാറ്റിക് മോഡും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ ക്യാമറ 48 മെഗാ പിക്സലാണ്. 48 മെഗാ പിക്സല്. സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ അത് 12 മെഗാ പിക്സലാണ്. അത്യാവശ്യം ക്വാളിറ്റി തന്നെയാണ്. സെൽഫി ക്യാമറ ആണെങ്കിലും 12 മെഗാ പിക്സലൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് ഐഫോൺ ആകുമ്പോൾ. നമ്മളെ ഈ ഐഫോണത്തെ 48 മെഗാ പിക്സലിൽ മെയിൻ ക്യാമറ ഒക്കെ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിൽ വരുമ്പോൾ ഏകദേശം ഒരു 200-300 മെഗാ പിക്സൽ റേഞ്ചിൽ വരും. നമുക്കറിയാം ഇപ്പോഴത്തെ സാംസങ് S23 അൾട്ര 200 മെഗാ പിക്സലാണ്. ഐഫോൺ എന്ന് പറയുമ്പോൾ വെറും 48 മെഗാ പിക്സൽ മാത്രമേ ഉള്ളൂ. ഇതാണ് നമ്മുടെ iPhone 15 Pro. നമുക്ക് എന്തായാലും ഇത് ഓണാക്കി വെക്കാം. നമ്മളെ സാധനം ഓണായി വരുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ അൺബോക്സ് ചെയ്ത് ഫുള്ള് സെറ്റ് ആക്കിയത് കൊണ്ട് തന്നെ ഇതിന് വല്ലാത്ത ഫീച്ചേഴ്സൊന്നും ഞാൻ കാണിച്ചു തരുന്നില്ല. ഇത് ഓൾറെഡി നിങ്ങളെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ ഫോണിനെ കുറിച്ച് അല്ലാതെ പറയുന്നില്ല. നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടി അൺബോക്സ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്തായാലും ഇത് മാറ്റി വെക്കാം. നമുക്ക് പിന്നെ ഇതാണ് ഇതിൻ്റെ കേസ് എന്ന് ഞാൻ പറഞ്ഞു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കേസ് തന്നെയാണ്. സഫയർ ഗ്ലാസ് ആണ്. സഫയർ ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊക്കെ ഒറ്റിക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ സാധാ ഗ്ലാസ്സിലേക്ക് നമ്മൾ വെള്ളം ഒറ്റിക്കുമ്പോൾ ആ വെള്ളം ഇങ്ങനെ അവിടുന്ന് ഒലിച്ചു പോകും. പക്ഷേ സഫയർ ഗ്ലാസ് ഇവിടെ സഫയർ നേരിട്ട് കാണാൻ പറ്റും. ഒരു മഞ്ഞ യെല്ലോ കളർ ബോക്സിൽ സഫയർ നേരിട്ടുണ്ട്. അപ്പം ഈ സഫയർ ഗ്ലാസിൻ്റെ പ്രത്യേകത പറയുമ്പോൾ വെള്ളം അതിൽ ഒറ്റിച്ചാൽ അതെന്താവില്ല, അത് അവിടുന്ന് ഇങ്ങനെ ഒലിച്ചു പോകില്ല, അത് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കും. അതാണ് ഈ സഫയർ ഗ്ലാസിൻ്റെ പ്രത്യേകത. ഇതാണ് നമ്മളെ ഫോണിൻ്റെ കേസ്. എന്തായാലും ഫോൺ മാറ്റി വെക്കാം.
പിന്നെ ഇതിൻ്റെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇതിൻ്റെ ഈ ടൈപ്പ് സി ആണ് ചാർജിങ് പോർട്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വയറാണ് കണ്ടിട്ട്. നല്ലൊരു അടിപൊളി കവറിങ് ആണ് ഈ വയറിന് വരുന്നത്. നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു വയറാണ്. ഓക്കെ, ഇതിൻ്റെ മെയിനും കാര്യങ്ങളാണ് ഉള്ളത്. ഇതിന് കൂടുതൽ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്തായാലും നമ്മൾ അഡാപ്റ്ററിലേക്ക് അടക്കാം. ഈ അഡാപ്റ്ററിൻ്റെ ഈ ഒരു മോഡൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഐഫോണിൻ്റെ അഡാപ്റ്റർ ഫസ്റ്റ് കോപ്പി അഡാപ്റ്റർ ആണെന്നാണ് തോന്നുന്നത്, അറിയില്ല. ഇതാണ് ഐഫോണിൻ്റെ അഡാപ്റ്റർ. ഇതിൻ്റെ ഈ ഒരു മെത്തേഡ് ഇതിങ്ങനെ ഇതിൻ്റെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ നടുക്കത്തെ ഈ ഒരു ഇതിങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മേലോട്ട് പൊക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു പരിപാടി എന്ന് പറയുമ്പോൾ. അതുപോലെ തന്നെ ഇത് താത്താണെങ്കിലും അധികം താത്താം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഐഫോണിൻ്റെ. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഒരു 1.5 മാസം കഴിഞ്ഞിട്ട് നമ്മളെ ഫോണിൻ്റെ റിവ്യൂ ഞാൻ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ നമ്മളെ ഫോൺ ഇതാ ഇവിടെ ഫുള്ള് കവറൊക്കെ ഇട്ടിട്ട് ഫുള്ള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്ക് ഐഫോൺ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം ഒന്നാമത്തെ വിഷയമാണ് ക്യാമറൻ്റെ വിഷയം. അതുപോലെ തന്നെ മറ്റൊന്നാണ് ഈ ഐഫോണിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ ബാക്ക് ആണെങ്കിലും ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിലും നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയാണ് കാണാനായിട്ട്. നല്ല രസമുള്ളൊരു മോഡലാണ് ഐഫോൺ. അതാണ് എനിക്ക് ഐഫോൺ ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാര്യം. അപ്പോൾ എന്തായാലും വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നമ്മൾ ഇതൊക്കെ നമ്മളിഞ്ഞ് വീഡിയോകളൊക്കെ ഐഫോണിലൊക്കെ ആയിട്ട് നമ്മൾ എടുക്കുക. എല്ലാവരും വീഡിയോ കാണുക. ഓക്കെ, നമ്മളന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.